ഹലോ ഫ്രണ്ട്സ്, എസ് എം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോഫി മനേഷ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ചാനലിലൊക്കെ ചർച്ചയായിട്ടുള്ള നമ്മുടെ BDS സ്റ്റുഡൻറ്റ് നിതിൻ രാജിൻ്റെ മരണം, അത് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വിഷയം എടുക്കാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യം, ഞാൻ കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ തുടക്കമൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ന്യൂസിലും കാര്യങ്ങളിലൊക്കെ കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ എന്താ പറയുക, ലോൺ ആപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്. മുമ്പ് ഈ സ്റ്റാർട്ടിങ് ഈ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മുടെ റാം എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ, അവരുടെ അധ്യാപകൻ്റെ ഭാഗത്തുണ്ടായിരുന്ന കുറേ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ കളറിൻ്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും, അതുപോലെ തന്നെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് അവരുടെ വീട്ടിൽ അവരുടെ അച്ഛന്മാരുടെ ജോലിയും അതുപോലെ തന്നെ അവരുടെ ഇൻകവും കാര്യങ്ങളൊക്കെ ചോദിച്ച് പരസ്പരം എന്താ പറയുക, കമ്പയർ ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പെൺകുട്ടികളെ ആയാലും ആൺകുട്ടികളെ ആയാലും അങ്ങനെ വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ നന്നായി തന്നെ ചെയ്തിരുന്നു. അതൊക്കെ താങ്ങാൻ വയ്യാതെയാണ് ഈ കുട്ടി മരണപ്പെട്ടത്. അതായിരുന്നു മുമ്പ് മെയിനായിട്ടുള്ള വിഷയമായിരുന്നത്. പക്ഷേ ഇപ്പോൾ പല ന്യൂസുകളിലും അതുപോലെ തന്നെ പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ കൂടുതലായിട്ട് പറയുന്നത് ഈ എന്താ പറയുക, ലോൺ ആപ്പിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. ചിലപ്പം അതും ഒരു കാരണമായിരുന്നിരിക്കാം ഈ വിദ്യാർത്ഥിയുടെ മരണത്തിന്. പക്ഷേ ഈ അധ്യാപകന്റെ കാര്യം, അത് പൂർണ്ണമായിട്ട് എന്താ പറയുക, അധ്യാപകനെ രക്ഷിക്കാനാണോ അതോ ഈ കോളേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല. അപ്പോൾ തുടക്കത്തിൽ ഈ വിദ്യാർത്ഥി മരണപ്പെട്ട സമയത്ത് അധ്യാപകനായ ഡോക്ടർ റാം എന്ന് പറഞ്ഞ ആളെ ചുറ്റിപ്പറ്റിയുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ വരുന്നുകൊണ്ട് വന്നിരുന്നു. കുട്ടികളെ ഭയങ്കരമായി മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പല വിദ്യാർത്ഥികളും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ഇതിൻ്റെ പേരിൽ, ഈ ഡോക്ടർ റാമിൻ്റെ പേരിൽ പ്രിൻസിപ്പലിന് പല രീതിയിലുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതിന് ചെറിയ ചെറിയ ആക്ഷനും കാര്യങ്ങളൊക്കെയാണ് പല സമയങ്ങളിലായി ഈ ഡോക്ടർ റാമിനെതിരെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഈ വിദ്യാർത്ഥികൾക്കായാലും അവരുടെ രക്ഷിതാക്കൾക്കായാലും പല രീതിയിലുള്ള ഈ കോളേജിൻ്റെ ഭാഗത്തു നിന്നായാലും ഈ ഡോക്ടറിനെ കുറിച്ചും ഡോക്ടർ റാമിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൂടുതലൊന്നും പറയരുത് എന്നുള്ള രീതിയിലും എല്ലാം ഈ വിദ്യാർത്ഥികൾക്കും എല്ലാം താക്കീതും കാര്യങ്ങളൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പോലീസുകാർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ കുടുംബത്തിന് ഒരു നീതി കണ്ടുപിടിച്ച് കൊടുക്കണം. ഒരിക്കലും ഇതൊരു എന്താ പറയുക, ലോൺ ആപ്പിൻ്റെ തലയിൽ വെച്ച് കെട്ടി അത് ഒരിക്കലും ഒരു ശാശ്വത പരിഹാരമല്ല. കാരണം ഈ ലോൺ ആപ്പിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അതായിട്ട് ഇതുവരെ ഒരു പ്രോപ്പർ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കില്ല, ഇതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പല രീതിയിലും സോഷ്യൽ മീഡിയയിലായാലും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെ പല പ്ലാറ്റ്ഫോമിലും ഈ എന്താ പറയുക, ബെറ്റിംഗ് ആപ്പ്, അതുപോലെ തന്നെ ലോൺ ആപ്പ്, ഗെയിമിങ്, അങ്ങനെ പല രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളും കാര്യങ്ങളും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ഒരു പ്രോപ്പർ സൊല്യൂഷൻ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഈ ലോൺ ആപ്പിൻ്റെ പേരിൽ ഈ നിതിൻ രാജ് എന്ന് പറഞ്ഞ കുട്ടിയുടെ മരണത്തെ എഴുതി തള്ളരുതെന്നാണ് എനിക്ക് വേളയിൽ പറയാനുള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ കൂടെയുള്ള വിദ്യാർത്ഥികളും എല്ലാവർക്കും ഈ ഡോക്ടർ റാമിൻ്റെ ഭാഗത്ത് നിന്ന് പല രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ എന്നാലും ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ കൂടെയുള്ളവരും കൂടി ചേർത്ത് പിടിക്കാനായിട്ട് നോക്കാം. കാരണം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നമുക്കറിയാം, പഴയ ജാതിയുടെ പേരും മതത്തിൻ്റെ പേരിലും പറഞ്ഞ് അടിമത്തത്തിൽ കാലഘട്ടം എന്നല്ല നമ്മൾ ജീവിക്കുന്നതെന്ന് അറിയാം. അപ്പം ഈ നിതിൻ രാജിന്റെ ഒരു ഈ മരിക്കുന്നതിന് മുമ്പുള്ള ഒരു വോയിസ് ഉണ്ട്. അപ്പൊ അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കുറേ പേര് വിളിച്ചിട്ട് ഇയാളാണ് കുട്ടി. കാരണം ഇത്രയും ബോയ്സിനെ എല്ലാരെയും സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേര് ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ വെറുതെ എണീച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിനുശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരൻസിന് പോയി ഇത് കൊടുക്കുക, എൻ്റെ സർപ്രൈസ് ആയിട്ട് കൊടുത്തേക്ക്. കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്ത് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഗേറ്റിന് പുറത്തിറങ്ങി എൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ ജീവിക്കേണ്ടി വരും. അതുപോലെ എന്താ ഇൻസൾട്ട്, ഓക്കെ ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, ഒറ്റ ക്ഷമിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ചാണ് ചെയ്യുന്നത്. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞു. ഫസ്റ്റ് ഞാൻ പൊട്ടിത്തെറിഞ്ഞു. എനിക്ക് എൻ്റെ ക്ലാസ്സിൽ വിളിക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയാൻ ചെയ്തത് ക്ലാസ്സിൽ 199 തന്നെ അടിമ. അപ്പം നിതിൻ രാജിൻ്റെ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ കുട്ടിക്ക് അത്രയും മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെയാണ്, അതായത് ഈ ഡോക്ടർ റാമിൻ്റെ ഭാഗത്തു നിന്നുള്ള
അത്രയധികം എന്താ പറയുക, സ്വന്തം അമ്മേനെ വരെ അപമാനിക്കുന്ന രീതിയിൽ പറയുമ്പോൾ ആർക്കാണ് അത് സഹിച്ചു നിൽക്കാൻ പറ്റുക? കാരണം നമ്മളെ പറയുമ്പോൾ നമ്മൾ പിന്നെയും സഹിക്കും. കാരണം വീട്ടിലിരിക്കുന്നവര് പറയുമ്പോൾ അത് ആർക്കും സഹിച്ചു നിൽക്കാൻ പറ്റില്ല. സ്വന്തം അമ്മേനൊക്കെ പറയുമ്പോൾ ആർക്കും സഹിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ അത്ര സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ നിതിൻ ഒന്ന് പ്രതികരിച്ചു. അതിന് അവന്റെ മാർക്ക് കുറയ്ക്കാം, 3 മാർക്ക് കുറയ്ക്കും, വീട്ടിൽ പോയി പറയണം, സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ച് അവിടെ അപമാനപ്പെടുത്തുക. കൂടെയുള്ളവരും, അതായത് കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും എന്താ പറയുക, ടീച്ചേഴ്സ് ആരും ചേർത്ത് പിടിക്കേണ്ടടുത്ത് ചേർത്ത് പിടിച്ചില്ല. അവനെ ഒറ്റയ്ക്ക് ആ കുട്ടി ഒന്നും കൂടി തകർന്നു. ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പം ഈ ഒരു തീരുമാനം നിതിൻ്റെ മാറിയിരുന്നേനെ. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെ ഇതൊന്നും പറയേണ്ട ആവശ്യം ആർക്കും വരില്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ കോളേജിൽ സഹപാഠികളായാലും സീനിയേഴ്സ് ആയാലും എല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ച് ഈ ഡോക്ടർ റാമിൻ്റെ കൂടുതൽ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എന്തായാലും കൂടുതൽ തെളിവുകളും കാര്യങ്ങളും പുറത്ത് വരുന്നുണ്ട്. അപ്പം ഇനിയെങ്കിലും ഇതിനെതിരെ ആക്ഷൻ എടുക്കണം. ഇതുപോലത്തെ പല സ്ഥാപനങ്ങളിൽ, ഹോസ്പിറ്റലിലായാലും അതുപോലെ തന്നെ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ആവില്ല, മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നാവാം, അധ്യാപകരുടെ ഭാഗത്തുനിന്നാവാം, സീനിയേഴ്സിന്റെ ഭാഗത്തുനിന്നാവാം, പല മാനസിക പീഡനങ്ങൾ അനുഭവിക്കുന്ന പലരും ഉണ്ടാവും. അപ്പൊ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ അവരെ ചേർത്ത് പിടിക്കാൻ നോക്കുക. എല്ലായിടത്തും നടന്ന് ചിലപ്പോൾ എല്ലാം ശരിയാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആരെങ്കിലും ആവട്ടെ, ഒന്ന് ആ കുട്ടിക്ക് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് ഫീൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചേർത്ത് പിടിക്കാൻ നോക്കുക. കാരണം നമ്മുടെ ആ ഒരു ചേർത്ത് പിടിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു എന്താ പറയുക, 2 വാക്ക് മതിയാവായിരിക്കും അവരുടെ ആ ചിന്ത, ആ സമയത്ത് ആ ചിന്ത അത് മാറ്റാനായിട്ട്. അപ്പം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ ആ നിമിഷം ഒരു 2 വാക്ക് അവന് പറഞ്ഞു കൊടുക്കാനായിരിക്കും. കുഴപ്പമില്ല, സാറില്ല, എന്തെങ്കിലും ഒരു ചെറിയ 2 വാക്ക് മതിയാവായിരിക്കും. അപ്പം അതായിരിക്കും ആ നിമിഷത്തിൽ അവൻ്റെ ലൈഫ് തന്നെ മറിയുന്നത്. അവൻ ആ ഒരു തീരുമാനത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പം നമ്മുടെ ലൈഫിൽ പലരും നമ്മുടെ കൂടെ ഉണ്ടാവുന്നതിന് കാര്യം ഇങ്ങനെ നല്ല സുഹൃത്തുക്കളും കാര്യങ്ങളും ഉണ്ടാവുന്നത് മൂലമാവാം. അതുപോലെ തന്നെ നമ്മളുടെ കൂട്ടത്തിൽ പലരും ഇല്ലാത്തതിൻ്റെ കാരണം നമുക്ക് ആ കറക്റ്റ് സമയത്ത്, അതായത് അവർക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് അവരെ ചേർത്ത് പിടിക്കാൻ പറ്റാതെ പോയതുകൊണ്ടാവാം. അപ്പം എന്താ പറയാനുള്ളത്, ഇതിന് പിന്നിലുള്ള സത്യം എന്തായാലും പുറത്ത് വരണം. കുടുംബത്തിന് എന്തായാലും നീതി കിട്ടണം. എല്ലാവരും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് പ്രതികരിക്കാതെ കൂട്ടത്തോടു കൂടി പ്രതികരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർക്കായാലും ഒരു ഭയം ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെ ഈ ലോൺ ആപ്പിലൊന്നും ആരും പോയി തല വെച്ച് കൊടുക്കാതിരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു ആവശ്യം വരുന്ന സമയത്ത് ശരിയാണ്, സെക്യൂരിറ്റിയും കാര്യങ്ങളും അതുപോലെ തന്നെ കുറേ ഡോക്യുമെന്റ്സും ഡീറ്റെയിൽസും ഒന്നും കൊടുക്കേണ്ടി വരില്ലായിരിക്കാം. പക്ഷെ നമ്മുടെ ആ ചെറിയ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിലൂടെ അവർ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഡീറ്റെയിൽസും, അപ്പം നമ്മളൊരു ചെറിയൊരു എമൗണ്ടിന് വേണ്ടി എടുത്തു ചാടി ഈ പറയുന്ന ആപ്പുകളിലൊക്കെ ചെന്ന്, ലോൺ ആപ്പിലൊക്കെ ചെന്ന് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ മുമ്പും നമ്മൾ ഇതിന് സമാനമായി ഈ ലോൺ ആപ്പിൽ പോയി പെട്ടിട്ടുള്ള പല ചതികളും നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. എന്നാലും വീണ്ടും നമ്മൾ ഇതൊന്നും പഠിക്കാണ്ട് വീണ്ടും ചിലപ്പം പെട്ടെന്ന് ഒരു കാശിന് അത്യാവശ്യം വരുമ്പോൾ നമ്മൾ വേറെ ഒന്നും നോക്കില്ലായിരിക്കും. ചിലപ്പം കിട്ടി കച്ചിത്തുരുമ്പിൽ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ഇതുപോലെയുള്ള പല ചതികളും നമ്മൾ ആലോചിക്കണം. കാരണം നമുക്കത് തിരിച്ച് അടയ്ക്കാൻ പറ്റാതാവുമ്പോൾ അവര് എന്താ പറയുക, അവരിങ്ങനെ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക മാത്രമല്ല, നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് സഹിക്കാം. അത് നമ്മുടെ കോൾ റെക്കോർഡും കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കിയിട്ട് അതിലുള്ളവരെ വിളിക്കലും പല രീതിയിൽ ചിലപ്പം നമ്മുടെ എന്തെങ്കിലും മോർഫ് ചെയ്ത ചിത്രങ്ങളായിരിക്കും, അങ്ങനെ പല രീതിയിലുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. അപ്പം അതൊന്നും നമുക്ക് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ആവില്ല. പലരും പുറത്ത് പറയാതെ ചിലപ്പം അവർ പറയുന്ന എമൗണ്ട് ഒക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്യണവരുണ്ടാവും. അങ്ങനെ പല രീതിയിലായിരിക്കും ഈ ചതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലൈന്റ് ഇപ്പോൾ പോലീസുകാർ പറയണത് കേട്ടില്ലേ, ഇതൊന്നും അന്വേഷിച്ചൊന്നും തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതിലൊന്നും പോയി ആരും വീഴാതിരിക്കുക, ചതിയിൽ വീഴാതിരിക്കുക. അതുപോലെ തന്നെ ഇത് എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ, ബൈ ബൈ.